ഹായ്, ഞാൻ സായിദ് പയ്യന്നൂർ, സൈക്കോളജിസ്റ്റാണ്. നാസിസ്റ്റ് സീരീസിലെ ഏറ്റവും രസകരമായൊരു വീഡിയോ ആണിത്. പ്രത്യേകിച്ച് സ്പെഷ്യൽ ഡേയ്സ്, അതായത് വിശേഷ ദിവസങ്ങളിൽ നാസിസ്റ്റിൻ്റെ സ്വഭാവം സാധാരണ ദിവസം പോലെ ആവാറില്ല. എന്തെങ്കിലും കുനിഷ്ട് പരിപാടികൾ അവർ ഒപ്പിക്കും. അതായത് അന്ന് അവർ പ്രശ്നമുണ്ടാക്കും. നമുക്ക് പലപ്പോഴും ആലോചിക്കും, ഇന്നത്തെ ഇത്രയും നല്ല ദിവസം ഇവരെന്തിനിങ്ങനെ പെരുമാറുന്നു എന്ന്. ഒരു എത്തും കിട്ടൂല. അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. എന്തുകൊണ്ടായിരിക്കും നാസിസ്റ്റ് വിശേഷ ദിവസങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? അപ്പോൾ നിങ്ങൾക്കൊക്കെ അനുഭവമില്ലേ, നാസിസ്റ്റ് നമ്മുടെ ജന്മദിനം അല്ലെങ്കിൽ പെരുന്നാൾ, മറ്റ് വിവാഹം പോലുള്ള ദിവസങ്ങൾ, ഇതൊക്കെ അവർ അലങ്കോലമാക്കും. ഈ അലങ്കോലമാക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് പ്രയാസങ്ങൾ നമ്മൾ അന്നും അതിന് ശേഷം ഉണ്ടാവും. ചിലപ്പോൾ ബന്ധങ്ങൾ തന്നെ താറുമാറാവുകയും ചെയ്യും. അപ്പോൾ അത് നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും നമുക്ക് തടയാൻ പറ്റുകയില്ല. അപ്പോൾ അതെന്തുകൊണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിനെ ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അന്നത്തെ ദിവസം അവർക്ക് ശ്രദ്ധ കുറയുന്നു എന്നുള്ളതാണ്. അതായത് നാസിസ്റ്റിനെ സംബന്ധിച്ച് എപ്പോഴും വിക്ടിമായ ആൾക്കാർ അല്ലെങ്കിൽ അവരുടെ കീഴിലുള്ള ആൾക്കാർ അവരെ പരിഗണിക്കണം, അല്ലെങ്കിൽ അവരെ കീഴിലുള്ള ആൾക്കാരുടെ ബന്ധുക്കളൊക്കെ അവരെ പരിഗണിക്കണം. അവർക്ക് കൂടുതൽ റെസ്പെക്റ്റ്, സ്നേഹം, കെയർ ഒക്കെ നൽകണം. പ്രത്യേകിച്ച് റെസ്പെക്റ്റ്. ഈ വിശേഷ ദിവസങ്ങളിലെ പ്രശ്നം എന്ന് പറയുന്നത്, അന്ന് ശ്രദ്ധ ഫോക്കസ് അയാളായിരിക്കണമെന്നില്ല. പ്രത്യേകിച്ച് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരാളെ കല്യാണം, ആ കല്യാണത്തിന് ഒരു നാസിസ്റ്റ് പോയി കഴിഞ്ഞാൽ നാസിസ്റ്റിനായിരിക്കുമോ കൂടുതൽ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ആ കല്യാണ ചെക്കനെ ആയിരിക്കും? ഉറപ്പായിട്ട് കല്യാണ ചെക്കനെ. അതുപോലെ ബർത്ത്ഡേ, ഒരാളുടെ ജന്മദിനത്തിന് അയാൾക്കല്ലേ കൂടുതൽ ശ്രദ്ധ കിട്ടുക, നാസിസ്റ്റിനല്ലല്ലോ. അപ്പോൾ ഇത്തരം ഘട്ടങ്ങളിലൊക്കെ അവർക്ക് കിട്ടാത്ത കെയറിൻ്റെ പേരിൽ അവർ പ്രശ്നമുണ്ടാക്കും. അപ്പോൾ ആ സമയത്ത് വിക്ടിം മനസ്സിലാക്കണം, ഇവർക്ക് കിട്ടാത്ത കെയർ കൊണ്ടാണ്. അന്ന് എന്താ സംഭവിക്കുക? അന്ന് വിക്ടിംസൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക അന്നത്തെ വിശേഷ ദിവസത്തിൻ്റെ ആൾക്കാർക്കായിരിക്കും. അതായത് കല്യാണം കഴിക്കുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ ജന്മദിനം ആഘോഷിക്കുന്ന വ്യക്തിക്ക്. അപ്പോൾ ഈ വിക്ടിം തനിക്ക് ഇതുവരെ തരുന്ന പരിഗണന അന്നത്തെ ദിവസം കുറച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അന്ന് നമ്മളെ ശ്രദ്ധ കുറച്ച് വിട്ടുപോയിട്ടുണ്ട്, നമ്മളെ കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കല്യാണത്തിന് പോയി, വിക്ടിം ഭാര്യയാണെന്ന് വിചാരിച്ചോ, ഭർത്താവ് നാസിസ്റ്റും. അന്ന് വരെ വീട്ടിലിരിക്കുന്ന സമയത്ത് ഭക്ഷണം, ആവശ്യത്തിന് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് ആരാണ്? ഭാര്യയാണ്. അപ്പോൾ അവിടെ കല്യാണത്തിന് പോയ സമയത്ത് ഭാര്യ വിചാരിക്കുന്നത് ഇവിടെ കല്യാണത്തിന് എല്ലാവരും പോയി ഭക്ഷണം കഴിക്കും, അതിനൊക്കെ സൗകര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഭാര്യ അത് അന്ന് ശ്രദ്ധിക്കൂല. എന്തായാലും ഭാര്യയുടെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, കല്യാണ പെണ്ണ്, മറ്റുള്ളവരുടെ കാര്യത്തിലൊക്കെ ഇടപെടൽ, അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ ഭർത്താവിനെ സംബന്ധിച്ച് ഞാൻ ഭക്ഷണം കഴിച്ചോ, എനിക്ക് ഭക്ഷണം കിട്ടിയോ എന്നൊന്നും ഇന്ന് അവൾ ആകുലപ്പെടുന്നില്ല, ചിന്തിക്കുന്നില്ല. അതെങ്ങനെ സഹിക്കാൻ പറ്റും? അതോടെ അയാൾക്ക് ഫ്രസ്ട്രേഷൻ ഇളകും. ഈ ഫ്രസ്ട്രേഷൻ ഇളകുന്ന സമയത്ത് നേരിട്ട് അങ്ങനെയല്ല പറയാം, എനിക്ക് ഭക്ഷണം തന്നില്ല, എന്നെ കെയർ ചെയ്തില്ല എന്നല്ല, ഇപ്പോൾ ഇവിടുന്ന് പോകണം എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒരു കാരണം അവർ എടുത്തു പറയും. ആ കാരണം യഥാർത്ഥത്തിൽ കേൾക്കുന്ന ആൾ ചിരിച്ച് മണ്ണ് കപ്പും. എന്നാൽ ആ സമയത്ത് ആരെന്ത് പറഞ്ഞാലും ഇവരൊട്ടും വിട്ടുവീഴ്ച ചെയ്യില്ല. ഇവരവിടുന്ന് കുളമാക്കിയിട്ട് ഇവരെയും കൊണ്ടുപോകും. അതായത് ഈ വിക്ടിം വന്ന് കരഞ്ഞുകൊണ്ടൊക്കെ ആയിരിക്കും ആ കല്യാണ വീട്ടിൽ നിന്ന് പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാര്യം കൊണ്ടാണ്, ഒന്ന്, അവർക്ക് കിട്ടുന്ന ശ്രദ്ധ കുറയുന്നതും മറ്റൊരാൾക്ക് കൂടുതൽ പരിഗണന കിട്ടുന്നത് എന്നുള്ളതാണ് ഇവർ ഈ സ്വഭാവം കാണിക്കാനുള്ള ഒരു കാരണം. ഇനി രണ്ടാമത്തെ കാരണത്തിലേക്ക് നമുക്ക് പോകാം. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത്, നാസിസ്റ്റിന് വിക്ടിമിൻ്റെ മേലുള്ള നിയന്ത്രണം അന്ന് കുറച്ച് കുറയും. അതായത് ആൾക്കാരുടെ മുമ്പിൽ നിയന്ത്രിക്കാൻ പറ്റൂല, പറഞ്ഞത് അനുസരിപ്പിക്കാൻ പറ്റൂല, അങ്ങനെ പല കാര്യങ്ങളും അന്ന് നടക്കും. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്കറിയാലോ, വിക്ടിം എന്ന് പറയുന്നത് നാസിസ്റ്റിൻ്റെ അടിമയാണ്. നാസിസ്റ്റിന് എല്ലാം ചെയ്തു കൊടുക്കേണ്ട ആളാണ്. അതിന് തിരിച്ച് ചോദ്യമൊന്നും ചോദിക്കാൻ പാടില്ല, അങ്ങനെ വഴങ്ങി കൊടുക്കേണ്ട ആളാണ്. അപ്പോൾ അന്ന് കല്യാണ ദിവസമാവട്ടെ, അല്ലെങ്കിൽ മറ്റു പ്രോഗ്രാം ഉള്ള ദിവസമാവട്ടെ, വിക്ടിം കുറച്ചും കൂടി ഫ്രീ ആയിട്ട് ആൾക്കാരോട് ഇടപെടുവാനും മിങ്കിൾ ചെയ്യാനും സംസാരിക്കാനൊക്കെ തുടങ്ങും. ഇത് കാണുന്ന നാസിസ്റ്റിനെ സംബന്ധിച്ച് ആലോചിച്ച് നോക്കിക്കോ. ഓൾറെഡി നാസിസ്റ്റിനെ സംബന്ധിച്ച് പൊസസീവ്നെസ്, ജലസി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വളരെ കൂടുതലാണ്. അപ്പോൾ എനിക്ക് തരാതെ, എന്നോട് സംസാരിക്കാതെ, എന്നെ പരിഗണിക്കാതെ, എന്നോട് ചോദിക്കാതെ ഇതൊക്കെ വിക്ടിം ചെയ്യുന്നു, ഇവൾ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇവൻ ചെയ്യുന്നു, ഞാൻ എങ്ങനെ സഹിക്കും? ഇതായിരിക്കും നാസിസ്റ്റിൻ്റെ ചിന്താഗതി. അപ്പോൾ അതുകൊണ്ട് തന്നെ നാസിസ്റ്റ് കൺട്രോൾ തിരിച്ച് കിട്ടാൻ വേണ്ടി ഒച്ചപ്പാടുണ്ടാക്കുന്ന സമയത്ത് വിക്ടിം പിന്നീട് എന്താവും, എല്ലാം ഒഴിവാക്കിയിട്ട് നാസിസ്റ്റിൻ്റെ അടുത്ത് വരും. അതായത് നാസിസ്റ്റ് പറഞ്ഞ പോലെ അനുസരിക്കുന്നു, എല്ലാം കീഴൊതുങ്ങി കൊടുക്കുന്നു. അതോടെ നാസിസ്റ്റ് സമാധാനപ്പെടുന്നു. അപ്പോൾ നിയന്ത്രണം തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കസർത്തൊക്കെ കാണിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക.
ഇനി മൂന്നാമത്തെ കാരണത്തിലേക്ക് നമുക്ക് പോകാം. ഞാൻ ഓൾറെഡി പറഞ്ഞു, നാർസിസ്റ്റുകൾ നല്ല രീതിയിലുള്ള അസൂയാലുക്കളാണ്. ശക്തമായ അസൂയ ഇവർക്കുണ്ടാവും. അതവർ പലപ്പോഴും പുറത്ത് കാണിക്കണമെന്നില്ല. പ്രത്യേകിച്ച് കോവേർട്ട് നാർസിസ്റ്റൊക്കെ അസൂയ വളരെ കണ്ണിങ് ആയിട്ടാണ് പ്രയോഗിക്കുക. അതുകൊണ്ട് തന്നെ ഇവർക്ക് അസൂയ ഉണ്ട് എന്ന് പറഞ്ഞാൽ മിക്ക ആൾക്കാർക്ക് വിശ്വസിക്കാനും പറ്റൂല. അപ്പോൾ നാർസിസ്റ്റിനെ സംബന്ധിച്ച് ഈ വിശേഷ ദിവസങ്ങളിൽ ശ്രദ്ധ കൂടുതൽ കിട്ടുന്നത്, പരിഗണിക്കുന്നത് എല്ലാം ആരെയാണ്? മറ്റൊരാളെയാണ്, മറ്റൊരു വ്യക്തിയാണ്. സ്വതവേ അസൂയുള്ളവർക്ക് മറ്റുള്ളവരുടെ സന്തോഷം കണ്ട് നിൽക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, അവർക്കത് പറ്റൂല. അപ്പോൾ അവരെന്ത് ചെയ്യും? ഓരോ കുനിസ്റ്റ് ഒപ്പിച്ചിട്ട് ആ സന്തോഷം തല്ലിക്കെടുത്തും. അങ്ങനെ ഒരു സന്തോഷം എനിക്കില്ലെങ്കിൽ നിനക്കും വേണ്ട എന്ന്. നേരെ മറിച്ച് ഈ കല്യാണം കഴിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ബർത്ത്ഡേ ആഘോഷിക്കുന്ന വ്യക്തി ഇവരെ ഏറ്റവും വേണ്ടപ്പെട്ടവരാണ്. അതായത് ഇവരുടെ ഫ്ലൈ മങ്കീസ്, ഇനാബിളേഴ്സ്, സപ്പോർട്ടേഴ്സ് ആണെങ്കിൽ അവർക്കും സന്തോഷമാണ്. അതായത് അന്നത്തെ ദിവസം അവരും അടിച്ചു പൊളിക്കും, എല്ലാവിധ ആഘോഷങ്ങളും നിയന്ത്രണം വിട്ട് നടത്തുകയും ചെയ്യും. പക്ഷേ വിക്ടിമിൻ്റെ ആരെങ്കിലും അല്ലെങ്കിൽ ഇവർക്ക് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ആണ് എങ്കിൽ അന്നത്തെ ആ സന്തോഷം ഇവർക്ക് താങ്ങാൻ സാധിക്കുകയില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവർ ആ സന്തോഷത്തെ തല്ലിക്കെടുത്തുക തന്നെ ചെയ്യും. ഇനി അടുത്ത പോയിന്റിലേക്ക് പോകാം. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കുറച്ചും കൂടി മനസ്സിലാക്കാൻ പ്രയാസമുള്ളതാണ്. പ്രത്യേകിച്ച് നല്ല ദിവസങ്ങൾ, വിക്ടിമിനെ സംബന്ധിച്ച് ഏറ്റവും ആഘോഷമുള്ള ദിവസങ്ങൾ, വിക്ടിമിൻ്റെ ആങ്ങള അല്ലെങ്കിൽ പെങ്ങള അവരൊക്കെ കല്യാണം, അതല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട വീട്ടുകൂടൽ, അങ്ങനെയുള്ള പ്രോഗ്രാമൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ അന്നത്തെ ദിവസം ഇവർക്ക് ഏറ്റവും വിശേഷപ്പെട്ട ദിവസമായിരിക്കും, എന്നെന്നും ഓർക്കുന്ന ദിവസങ്ങളായിരിക്കും, നമുക്ക് മറക്കാൻ പറ്റൂല. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിക്കോളൂ, ഏറ്റവും വേണ്ടപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ദിവസത്തെ ഓർമ്മകൾ നിങ്ങൾക്ക് ഇപ്പോഴും ഇല്ലേ? ഉണ്ടാവും. അപ്പോൾ ഇവരെ സംബന്ധിച്ച് അങ്ങനെ എൻ്റെ കീഴിലുള്ള അടിമ സന്തോഷത്തോടെ ഒരു കാര്യം ഓർക്കണ്ട, അന്നത്തെ ദിവസം ഓർക്കുമ്പോൾ എപ്പോഴും കരയണം, ദുഃഖം അനുഭവിക്കണം എന്നൊരു കുനിഷ്ട് ചിന്തയായിരിക്കും അവർക്ക് ഉണ്ടാവുക. അതോടെ അവർ ആ പ്രോഗ്രാം നശിപ്പിക്കും. പിന്നീട് ഈ വിക്ടിമിന് ആ പ്രോഗ്രാമിനെ ഓർക്കുന്നത് പോലും ട്രോമയാക്കി മാറ്റും. ഇതാണ് മറ്റൊരു കാരണം. അതായത് ഒരു തരത്തിലും നീ അത് സന്തോഷമായിട്ട് ചിന്തിക്കുകയോ കാണുകയോ ആലോചിക്കുകയോ ഓർക്കുകയോ പോലും ചെയ്യരുത് എന്നുള്ളതാണ് നാർസിസ്റ്റ് ചിന്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും മോശപ്പെട്ട അനുഭവമാക്കി മാറ്റാൻ വേണ്ടി നാർസിസ്റ്റ് ഇത്തരം വിശേഷ ദിവസങ്ങളിൽ പൊളിച്ചടക്കുക തന്നെ ചെയ്യും. അടുത്ത അഞ്ചാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സപ്ലൈ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇവർ സെൻറ്റർ ഓഫ് അറ്റൻഷനാണ്, എല്ലാവരും പരിഗണിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ അന്നത്തെ ദിവസം ഇവർക്ക് വേണ്ടത്ര ശ്രദ്ധ കിട്ടൂല. അപ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടാക്കി വിചാരിച്ചോ, ഒരു ഇഷ്യൂ ഉണ്ടാക്കി കഴിഞ്ഞാൽ വിക്ടിമിൻ്റെ ആൾക്കാരും മറ്റുള്ളവരൊക്കെ വന്ന് ഇവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ ഇവരോട് ആശ്വസിപ്പിക്കും, സമാധാനിപ്പിക്കും, ഇവർക്ക് വേണ്ട കാര്യങ്ങൾ പരിഗണന എല്ലാം നൽകും. കാരണം അവരെ സംബന്ധിച്ച് അന്നത്തെ ദിവസം മോശമാവരുത്, അന്നത്തെ ദിവസം നാട്ടുകാർ മോശം പറയരുത്, അലങ്കോലമാവരുത്. അതുകൊണ്ട് തന്നെ എന്ത് വിട്ടുവീഴ്ചയും ചെയ്യാം എന്നുള്ള ഒരു മനോഭാവമായിരിക്കും മറ്റുള്ളവർക്ക് ഉണ്ടാവുക. അതിവരെ ചൂഷണം ചെയ്യും. അതോടെ ആ പ്രശ്നമുണ്ടായതിനു ശേഷം അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരിഗണന കിട്ടുന്നത് ഈ നാർസിസ്റ്റിനായിരിക്കും. എല്ലാവരും പരിഗണിക്കും, ശ്രദ്ധിക്കും, വേണ്ട കാര്യങ്ങളൊക്കെ അതാത് സമയത്ത് ചോദിച്ച് നൽകിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇങ്ങനൊരു സപ്ലൈ കിട്ടാൻ വേണ്ടിയിട്ടും ഇത് ഉപകരിക്കും. ഇനി ലാസ്റ്റ് റീസണാണ് പറയുന്നത്, ഇവരെ സംബന്ധിച്ച് ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ ഹയർ എക്സ്പെക്റ്റേഷൻ, നല്ല പ്രതീക്ഷയോടായിരിക്കും പോകാം. അവരെ പരിഗണിക്കും, അവരെ ഈ രീതിയിൽ ട്രീറ്റ് ചെയ്യും, വേണ്ട സൗകര്യങ്ങളൊക്കെ നൽകും എന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടായിരിക്കും പോകാം. ആ എക്സ്പെക്റ്റേഷൻ അവിടെയുള്ള ആൾക്കാർ മീറ്റ് ചെയ്യാത്ത അവസ്ഥ ഉണ്ടാവും. ആ ഒരു സൗകര്യം കൊടുക്കാത്ത അവസ്ഥ, അല്ലെങ്കിൽ വേണ്ടത്ര പരിഗണന കൊടുക്കാത്ത അവസ്ഥയൊക്കെ ഉണ്ടാവാം. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവരുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് കാര്യങ്ങൾ വരാതിരിക്കുമ്പോൾ ഇവർ അസ്വസ്ഥമാവും. ആ അസ്വസ്ഥതയും ഇവർ പ്രശ്നത്തിന് കാരണമാക്കാറുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും ഒരുപാട് കാരണങ്ങളുണ്ടാവും. ഞാൻ ഏറ്റവും മേജറായ കുറച്ച് കാരണങ്ങൾ മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നാർസിസ്റ്റിനെ സംബന്ധിച്ച് ഈ വിശേഷ ദിവസങ്ങൾ ഈ രീതിയിൽ അവർ അലങ്കോലമാക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ നിങ്ങൾ മുന്നൊരുക്കം നടത്തുക. വീണ്ടും കാണാം. നന്ദി.